നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ICC ചാമ്പ്യൻസ് ട്രോഫി നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ആരംഭിക്കുകയാണല്ലോ. ഇനി ചാമ്പ്യൻസ് ട്രോഫിയുടെ ആവേശം. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഓൾറെഡി ഒരു പവർ റാങ്കിങ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇനി ഓരോ ടീമിൻ്റെയും ഒരു പ്രിവ്യൂ ആണ് നമ്മൾ ഈ വീഡിയോ സീരീസിൽ ഉദ്ദേശിക്കുന്നത്. 8 ടീമുകളെ കുറിച്ചും സെപ്പറേറ്റ് വീഡിയോ ഉണ്ടാകും. അപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഒന്ന്, ഓരോ ടീമിൻ്റെയും പ്രോബബിൾ 11 എങ്ങനെയായിരിക്കും, ഓരോ ടീമിൻ്റെ നിലവിലെ ഫോം എങ്ങനെയാണ്, മുന്നോട്ട് പോകാനുള്ള സാധ്യത എങ്ങനെയാണ്, പ്രധാനപ്പെട്ട താരങ്ങൾ ആരൊക്കെയാണ്, അവരുടെ ഫിക്സർ എങ്ങനെയൊക്കെയാണ്, ഇങ്ങനെയുള്ള ടീമിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ അതിലൊരു കാര്യം കൂടി പറയട്ടെ. ഇതിൽ നമ്മൾ അഭിപ്രായങ്ങൾ രൂപീകരിച്ചിരിക്കുന്നത് ESPN ക്രിക്കിൻഫോ, ക്രിക്ക് ബസ് ഇങ്ങനെയൊക്കെയുള്ള പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളിലും മറ്റുമൊക്കെ പ്രസിദ്ധീകരിച്ച കാര്യങ്ങൾ നമ്മൾ റെഫർ ചെയ്ത് നമ്മുടേതായിട്ടുള്ള രൂപത്തിലുള്ള അഭിപ്രായങ്ങൾ ചേർത്തും കൂടി അവതരിപ്പിക്കുന്നതാണ്. നിങ്ങൾക്കൊരു പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകും. അതൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. കഴിയാവുന്ന അത്ര മികച്ച രൂപത്തിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, എന്തായാലും ഒരു കാര്യം നമ്മൾ അവതരിപ്പിക്കുമ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. അപ്പോൾ അതൊക്കെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തി, ക്രിക്കറ്റ് മാന്യന്മാരുടെ കളിയാണല്ലോ, ജെൻറ്റിൽമെൻസ് ഗെയിമാണ്, മാന്യമായ ക്രിക്കറ്റ് സംവാദങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഈ 8 ടീമുകൾ നമ്മൾ അവതരിപ്പിക്കുന്നതിൽ ഈ ആദ്യത്തെ എപ്പിസോഡിൽ ഓസ്ട്രേലിയയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓസീസ് ടീമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നിലവിലെ ലോക ചാമ്പ്യന്മാരാണ് ഏകദിന ക്രിക്കറ്റിൽ അവർ. 2023 ഏകദിന വേൾഡ് കപ്പ് അവർ ഇന്ത്യയിൽ വെച്ച് ഇന്ത്യയെ ഫൈനലിൽ തോൽപ്പിച്ചാണ് കൊണ്ടുപോയത്. പക്ഷേ ആ ടീമിലുണ്ടായിരുന്ന പല പ്രമുഖരും ഈ ഒരു ടീമിലില്ല. ആദ്യം പ്രഖ്യാപിച്ച അവരുടെ ചാമ്പ്യൻസ് ട്രോഫി സ്ക്വാഡിൽ നിന്ന് 5 പ്രധാനപ്പെട്ട താരങ്ങളാണ് ഒഴിവായിരിക്കുന്നത്. പാറ്റ് കമിൻസ്, ജോഷ് ഹേസൽവുഡ്, മിച്ചൽ മാർഷ്. ഈ താരങ്ങൾ പരിക്കേറ്റാണ് പുറത്തായിരിക്കുന്നത്. കമിൻസിൻ്റെയും ഹേസൽവുഡിൻ്റെയും ഒക്കെ അഭാവം അവരുടെ ബൗളിങ്ങിനെ നന്നായിട്ട് ബാധിക്കും. കൂടാതെ മിച്ചൽ സ്റ്റാർക്ക് പേഴ്സണൽ റീസൺ പറഞ്ഞുകൊണ്ടാണ് പിൻവാങ്ങിയത്. അതോടൊപ്പം മാർക്കസ് സ്റ്റോയിനിസ് വളരെ അത്ഭുതകരമായ രൂപത്തിലൊരു പ്രഖ്യാപനം നടത്തി. അദ്ദേഹം ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുകയാണെന്ന്. അപ്പോൾ ഈ 5 താരങ്ങളില്ലാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് വലിയ രൂപത്തിൽ ഇത് എഫക്റ്റ് ചെയ്യുന്ന അവരുടെ ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെയാണ്. കാരണം കമിൻസ് ഇല്ല, ഹേസൽവുഡ് ഇല്ല, സ്റ്റാർക്കില്ല. തീർച്ചയായിട്ടും അവരുടെ ബൗളിങ്ങിനെ അത് ദുർബലപ്പെടുത്തും. ശരിയാണ്, അത് മൈറ്റി ഓസീസ് ആണ്, ഒരുപാട് താരങ്ങളുണ്ട്, അതുകൊണ്ട് ബാക്കപ്പ് പ്ലേയേഴ്സ് ഒക്കെ ഉണ്ടെന്നൊക്കെ നമുക്ക് വാദിക്കാം. പക്ഷേ ഈ 3 പേർക്ക് പകരമാവില്ലല്ലോ ആരൊക്കെ വന്നാലും. അപ്പോൾ ഇത് മറികടക്കാൻ വേണ്ടി അവർ ചെയ്യുക പ്രധാനമായിട്ടും ബാറ്റർമാരെ ആശ്രയിച്ച് സ്കോർ നന്നായിട്ട് കൊണ്ടുപോവുക. ഇനി ബൗളർമാർ ആദ്യം ബൗൾ ചെയ്യുമ്പോൾ കുറച്ച് റണ്ണ് വിട്ടുകൊടുത്താലും ബാറ്റർമാരെ കൊണ്ട് അത് എടുക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് സാഹചര്യങ്ങൾ കൊണ്ടുപോവുക. പ്രധാനമായും ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ ആശ്രയിച്ച് പോകാൻ അവർ ശ്രമിക്കുക. അതിൻ്റെ കാരണം ട്രാവിസ് ഹെഡ്, സ്റ്റീവ് സ്മിത്ത്, ഗ്ലെൻ മാക്സ്വെല് തുടങ്ങിയ വളരെ സ്ട്രോങ് ആയിട്ടുള്ള 50 ഓവറിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബാറ്റർമാർ അവർക്കുണ്ട്. കഴിഞ്ഞില്ല ജോഷ് ഇംഗ്ലീഷ്, അദ്ദേഹം വളരെ വേഴ്സറ്റൈൽ ആയിട്ടുള്ള പ്ലെയറാണ്. പിന്നെ മാറ്റ് ഷോട്ട്, അപ്പം ഡേവിഡ് വാർണറുടെ ഒരു ലോങ് ടേം റീപ്ലേസ്മെൻറ്റ് എന്ന രൂപത്തിൽ പലപ്പോഴും അദ്ദേഹത്തെ പലരും കാണാറുണ്ട്. T20 ഡൊമസ്റ്റിക് സർക്യൂട്ടിലൊക്കെ അദ്ദേഹം പൊളിച്ചെടുക്കാറുമുണ്ട്. ഇപ്പോൾ ഏകദിന ക്രിക്കറ്റിൽ അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ മികച്ച പ്രകടനം എല്ലാവരും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും പ്രധാനപ്പെട്ട പേസർമാരില്ലാതെ വരുമ്പോൾ അവരുടെ പേസ് ബൗളിങ്ങിൻ്റെ ഡെപ്ത്ത് ഇവിടെ പരിശോധിക്കപ്പെടും. നഥാൻ എല്ലിസ് ഒരു കീ റോള് ഇവിടെ വഹിക്കുമെന്ന കാര്യം ഉറപ്പാണ്. സ്പെൻസർ ജോൺസണും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട റോള് അവരുടെ പേസ് ബൗളിങ്ങിൽ വഹിക്കാനുണ്ടാകും. സ്പിൻ ബൗളിങ്ങിൽ പ്രധാനമായിട്ടും ആദം സാംബയെ ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു പോക്കായിരിക്കും അവർ ചെയ്യാൻ പോകുന്നത്. ലെഗ് സ്പിന്നർ ആദം സാംബ വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്. പക്ഷേ പാകിസ്ഥാനിലാണ് അവർക്ക് കളിക്കാനുള്ളത്. ഇപ്പോൾ ഇന്ത്യയുടെ കളികളൊക്കെ UAE-യിലാണെങ്കിലും ഓസ്ട്രേലിയ ഇന്ത്യയുടെ ഗ്രൂപ്പിലല്ലാത്തത് കൊണ്ട് അവരുടെ എല്ലാ കളികളും പാകിസ്ഥാനിലാണ്. പാകിസ്ഥാനിലെ ഹൈ സ്കോറിംഗ് വെന്യൂസിൽ ആദം സാംബക്ക് എത്രത്തോളം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഓസ്ട്രേലിയ നമുക്ക് ഒരു ഗ്ലോബൽ ടൂർണമെൻറ്റിൽ എഴുതി തള്ളാൻ കഴിയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഏത് ഘട്ടത്തിലും ടൈറ്റിൽ കണ്ടൻറ്റേഴ്സായിട്ട് മുന്നോട്ട് പോകുന്ന ടീമാണ് ഓസീസ്. ഇനി അവരുടെ ക്യാപ്റ്റൻ സ്റ്റീവൻ സ്മിത്താണ് എന്ന കാര്യം കൂടി ഓർക്കുക. നല്ല രൂപത്തിലൊരു ഫൈറ്റ് അവരിൽ നിന്ന് പ്രതീക്ഷിക്കണം. അവരുടെ ഫസ്റ്റ് റൗണ്ടിലെ എതിരാളികൾ ആരൊക്കെയാണ്? ഫെബ്രുവരി 22-ന് അവർ ആദ്യ മത്സരം കളിക്കും. എതിരാളികൾ ഇംഗ്ലണ്ടാണ്. ലാഹോറിൽ വെച്ചിട്ടാണ് ആ കളി. ഫെബ്രുവരി 25-ന് രണ്ടാമത്തെ മത്സരം സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയാണ് കളി, റാവൽപിണ്ടിയിൽ.
ഫെബ്രുവരി 28-ന് അഫ്ഗാനിസ്ഥാനെതിരെ കളിക്കും. ലാഹോറിലാണ് ആ കളി. അപ്പോൾ ഏതായാലും ഇംഗ്ലണ്ടിൻ്റെ നിലവിലെ ഫോം നമുക്കറിയാം, പരിതാപകരമാണ്. വേൾഡ് കപ്പിന് ശേഷം കളിച്ച 14 കളികളിൽ 10 തോറ്റിരിക്കുകയാണ്. ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയെ റീസെൻ്റ്ലി അത്ര മികച്ച പ്രകടനമല്ല അവരുടെ റെക്കോർഡ്. അത് പക്ഷേ പ്രധാനമായും അവരുടെ വമ്പൻ താരങ്ങൾ അവൈലബിൾ അല്ലാതെ വന്നപ്പോഴാണ് അഫ്ഗാനെ പിന്നെ ഭയക്കണം, അവർ വമ്പന്മാർക്ക് പണി കൊടുക്കുക എന്നുള്ളൊരു സ്ഥിരം പരിപാടിയാക്കി ഇപ്പോൾ ഏകദിന ക്രിക്കറ്റിൽ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്ര ഈസി അല്ല. എന്നാൽ പോലും ഓസീസിന് അവരുടെ പ്രതാപത്തിനൊത്തുള്ള പ്രകടനം നടത്താൻ പറ്റിയാൽ ഗ്രൂപ്പിൽ നിന്ന് മുന്നോട്ട് കയറാവുന്നതേ ഉള്ളൂ. അവരുടെ ഒരു ബെസ്റ്റ് 11 നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രാവിസ് ഹെഡ്, മാറ്റ് ഷോട്ട്, സ്റ്റീവൻ സ്മിത്ത്, ജോഷ് ഇംഗ്ലീസ്, അലക്സ് കാരി, ഗ്ലെൻ മാക്സ്വെൽ, ആരോൺ ഹാഡി, ഷോൺ അബോട്ട്, നദാൻ എല്ലീസ്, ആദം സാംബ, സ്പെൻസർ ജോൺസൺ, ഇങ്ങനെയുള്ളൊരു 11നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സ്ക്വാഡിലുള്ള മറ്റ് താരങ്ങളെ നോക്കുകയാണെങ്കിൽ മാർണസ് ലബുഷേന്, ജെയ്ക്ക് ഫ്രേസർ മക്കാർക്ക്, ബെൻ ഡോർവൈസ്, പിന്നെ തൻവീർ സംഘ, ഇതാണ് അവരുടെ ടീമിലെ ബാക്കി താരങ്ങൾ. അപ്പം മികച്ചൊരു 11 ഉണ്ട്, ആ കാര്യത്തിൽ സംശയമില്ല. അതിൽ പ്രധാനപ്പെട്ട റോൾ എന്തായാലും വഹിക്കാൻ പോകുന്ന ഒരാൾ ഗ്ലെൻ മാക്സ്വെൽ ആയിരിക്കും. അദ്ദേഹത്തിൻ്റെ 2023 വേൾഡ് കപ്പിൽ അഫ്ഗാനെതിരെയുള്ള പ്രകടനം നമ്മൾ മറന്നിട്ടില്ല. അതുമാത്രമല്ല, ഏകദിന ക്രിക്കറ്റിൽ വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കെൽപ്പുള്ള താരമാണ്. ആദം സാംബക്കൊപ്പം അദ്ദേഹത്തിൻ്റെ സ്പിൻ ബൗളിങ്ങിനും ഈ ടൂർണമെൻറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോള് വഹിക്കാനുണ്ട്. പിന്നെ അലക്സ് കാരിയുടെ കാര്യത്തിൽ നമുക്കറിയാം 2023 വേൾഡ് കപ്പിൽ അദ്ദേഹത്തിന് അവസരം ഉണ്ടായിരുന്നില്ല. ജോഷ് ഇംഗ്ലീസ് വന്നു. അപ്പോൾ ഇവിടെ ഇപ്പം അവർ രണ്ടുപേരും ഒരുമിച്ച് 11ലേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഒരു മികച്ച പ്രകടനം അദ്ദേഹത്തിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. സോ ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം മോശമല്ലാത്ത ടീമുണ്ട്. അപ്പോഴും ആ പ്രമുഖ താരങ്ങൾ സ്ക്വാഡിൽ ഇല്ലാത്തത് അതവർക്ക് തിരിച്ചടി തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അവരുടെ റീസെൻ്റ് ഫോം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ റീസെൻ്റ്ലി നമുക്കറിയാം ODI സീരീസ് അവർ ശ്രീലങ്കയിൽ പോയിട്ട് കളിച്ചു. ഈ സ്ക്വാഡും കൊണ്ടാണ് കളിച്ചത്. അവിടെ 2 കളിയിലും 200-ന് താഴെ ഓൾ ഔട്ട് ആവുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ പാകിസ്ഥാനിൽ നവംബറിൽ പാകിസ്ഥാനോട് ഹോമിൽ അവർ നവംബറിൽ 3-2-ന് ഏകദിന ക്രിക്കറ്റ് സീരീസ് തോൽക്കുകയും ചെയ്തിരുന്നു. ഓവറോൾ 2023 വേൾഡ് കപ്പിന് ശേഷം അവർ കളിച്ചത് 13 ഏകദിന മത്സരങ്ങളാണ്. അതിൽ 7 വിജയിച്ചു, 6 തോറ്റു എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പക്ഷെ പലപ്പോഴും പ്രധാനപ്പെട്ട ടെസ്റ്റ് മത്സരങ്ങൾക്ക് ഇടയിൽ വരുന്ന ഈ ഏകദിന മത്സരങ്ങളിൽ അവർ ചില താരങ്ങളൊക്കെ റെസ്റ്റ് കൊടുത്തിരുന്നു എന്നുള്ളത് നമ്മൾ മറക്കുന്നില്ല. പക്ഷേ ഇവിടെ അതേപോലെയൊക്കെ തന്നെയാണ് ഇപ്പോഴും. കാരണം പ്രധാന താരങ്ങൾ പലരും ഇല്ലാതെയാണ് അവർ കളിക്കാൻ വരുന്നത് എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം 2009 ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം ഒരൊറ്റ മത്സരവും അവർ ചാമ്പ്യൻസ് ട്രോഫിയിൽ വിജയിച്ചിട്ടില്ല. 2023 വേൾഡ് കപ്പിന് ശേഷം ഓസ്ട്രേലിയ 25 താരങ്ങളെ 50 ഓവർ ഫോർമാറ്റിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് കൂടി നോക്കുക. അപ്പോൾ ടീം ഇങ്ങനെ ഷഫിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വേൾഡ് കപ്പിന് ശേഷമുള്ള ഒരു കാലം എടുത്തു കഴിഞ്ഞാൽ ആകെ ഒരേ ഒരു സെഞ്ചുറിയാണ് അവരുടെ ബാറ്റർ അടിച്ചിട്ടുള്ളത്. ഇംഗ്ലണ്ടിനെതിരെ ട്രാവിസ് ഹെഡ് നേടിയ 154 റൺസാണ്. അപ്പോൾ ചാമ്പ്യൻസ് ട്രോഫി ഹിസ്റ്ററി അവരുടെ ഭാഗത്ത് നോക്കിയാൽ ഓസ്ട്രേലിയ ബാക്ക് ടു ബാക്ക് വിന്നേഴ്സ് ആയിരുന്നു. 2006-ലും അതുപോലെ തന്നെ 2009-ലും ആ ഒരു പ്രകടനം അവർ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം 2013-ലും 2017-ലും അവർക്ക് ഗ്രൂപ്പ് സ്റ്റേജ് കടക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ള കാര്യം കൂടി ഹിസ്റ്ററിയുടെ ഭാഗമാണ്. ഇപ്പോൾ 2013-ലെ ചാമ്പ്യൻസ് ട്രോഫിയിൽ നോക്കുക, ഇംഗ്ലണ്ടിനെതിരെ ആദ്യ കളി തോറ്റു, ന്യൂസിലാൻഡിനെതിരെ നോ റിസൾട്ടായിട്ടൊരു കളി അബാൻഡൻ ചെയ്യേണ്ടി വന്നു, ശ്രീലങ്കയ്ക്കെതിരെ തോറ്റു, അപ്പോൾ ഒറ്റ കളി ജയിച്ചിട്ടില്ല. 2017-ലെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ന്യൂസിലാൻഡിനെതിരെ ഒരിക്കൽ കൂടി നോ റിസൾട്ട് വന്നൊരു മത്സരം, ബംഗ്ലാദേശിനെതിരെ അബാൻഡൻ ചെയ്യപ്പെട്ട മത്സരം, ഇംഗ്ലണ്ടിനെതിരെ ഒരു കളി തോറ്റു. അപ്പോൾ കഴിഞ്ഞ 2 ചാമ്പ്യൻസ് ട്രോഫി ആയിട്ട് ഒരു കളിയും അവർ ജയിച്ചിട്ടില്ല. അതിൽ ചില കളികൾ അബാൻഡനായി പോയി എന്നുള്ള കാര്യം മറക്കുന്നില്ല. അപ്പോൾ ഇതാണ് ഇപ്പോൾ നിലവിലുള്ള ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. അതിൽ നിന്ന് മാറ്റം വരുത്താൻ സ്റ്റീവൻ സ്മിത്തിൻ്റെ ആ ഒരു കീഴിൽ വരുന്ന ടീമിന് എത്രത്തോളം കഴിയുമെന്നുള്ളതാണ് ചോദ്യം. പിന്നെ ഗ്രൂപ്പിൽ നിന്ന് 2 ടീമുകളാണല്ലോ മുന്നോട്ട് പോവുക. ഇംഗ്ലണ്ട് അത്ര നല്ല ഫോമിലല്ല. റീസെൻ്റ്ലി സൗത്ത് ആഫ്രിക്കയുടെ റെക്കോർഡും അത്ര മികച്ചതല്ല. അഫ്ഗാൻ അവരുടേതായ ദിവസങ്ങളിൽ അത്ഭുതം കാണിക്കും എന്ന് പറയുമ്പോഴും ഓസീസ് ടീമിന് അവരെ തോൽപ്പിക്കാനുള്ള കരുത്തുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഓസീസ് സെമി ഫൈനലിലേക്ക് എത്തിയില്ലെങ്കിലാണ് നമ്മൾ അത്ഭുതപ്പെടേണ്ടത്. ആരൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും ഓസീസ് എപ്പോഴും ഓസീസാണ് എന്ന കാര്യം നമ്മൾ മറക്കുന്നില്ല. എന്തായാലും നിങ്ങൾക്ക് ഈ ഓസീസ് ടീമിനെ കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.